മതവിദ്വേഷം വളർത്തുന്ന മാധ്യമം ദിനപത്രത്തിനെതിരെ ഹിന്ദു ഐക്യവേദി. രാമായണ പങ്ക്തിയിൽ ഭഗവാൻ ശ്രീരാമനെയും വാൽമീകിയെയും തുഞ്ചത്തെഴുത്തച്ഛനെയും അധിക്ഷേപിച്ചിരുന്നു. മതവികാരങ്ങൾ വ്രണപ്പെടുത്തുകയും കലാപത്തിന് അവസരമൊരുക്കുകയും ചെയ്ത പങ്ക്തി പിൻവലിച്ച് മാധ്യമം ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള വിശേഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്, വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ പങ്ക്തി എഴുതിപ്പിടിപ്പിക്കുന്നത്. മാധ്യമം ദിനപത്രം ഈ പങ്ക്തി പിൻവലിക്കണം എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതേ നാണയത്തിൽ അല്ലെങ്കിൽ ഇതേ സ്വഭാവത്തിൽ മറ്റ് ഹൈന്ദവ പ്രസ്ഥാനങ്ങളും പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാന അന്തരീക്ഷം തകരും. മിഥുൻ അയ്യപ്പൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, എന്താണ് അവർ വ്യക്തമാക്കിയത്? ഈ രാമായണ മാസത്തിൽ ആരംഭിച്ച മാധ്യമ ദിനപത്രത്തിൽ ആരംഭിച്ച ഒരു പ്രത്യേക പങ്ക്തിയിലാണ് രാമായണത്തെ വികലമായി വിശകലനം ചെയ്യുകയും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനെയും ആദികവി വാൽമീകിയെയും ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജനെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ പങ്ക്തിയിലെ കുറിപ്പുകൾ വരുന്നത് എന്നാണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഹിന്ദു ഐക്യവേദി. ഇത്ര പ്രധാനമായും ബുദ്ധദേവന്റെയും അതുപോലെ തന്നെ രാമായണത്തിന്റെയും കാലഘട്ടത്തെ താതാത്മ്യപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വികലമായിട്ടുള്ള വിശകലനങ്ങളുമെല്ലാമാണ് ഈ രാമായണ പങ്ക്തിയിൽ രാമായണ സ്ഥലങ്ങൾ എന്നുള്ള പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മതസൗഹാർദ്ദം തകർക്കുകയും അതുപോലെ തന്നെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കുന്നതുമാണ് എന്നാണ് പറയുന്നത്. ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമം ദിനപത്രം. അതുകൊണ്ട് തന്നെ ഈ ഒരു പങ്ക്തി പിൻവലിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇവർക്കെതിരെ മതസൗഹാർദ്ദം തകർക്കുന്നതിനും അതുപോലെ തന്നെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ കലാപത്തിന് അവസരമൊരുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഹിന്ദു ഐക്യവേദി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. 24-ന് മാധ്യമം ദിനപത്രത്തിന്റെ എല്ലാ ബ്യൂറോകളിലേക്കും ഹിന്ദു സംഘടനകൾ മാർച്ച് നടത്തുമെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരി മിഥുൻ.